മഴക്കാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് പകർച്ചപ്പനിയും വർദ്ധിക്കുന്നു. പനി ബാധിച്ച ദിവസവും 10,000-ലേറെ പേർ ചികിത്സ തേടുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും കൂടി വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും പനി ബാധിച്ചാൽ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. കേരളത്തിൽ കാലവർഷം കടുത്തതോടെ പനിബാധിതരുടെ എണ്ണവും കുത്തനെ കൂടി. ദിവസവും 10,000-ലേറെ പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. ജൂണിൽ മാത്രം പനിബാധിതർ 2 ലക്ഷമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും കൂടി വരികയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ പാളിച്ചയാണ് പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ കാരണമെന്നും പരാതി ഉയരുന്നുണ്ട്. ഇക്കാരണത്താൽ കൊതുകുകൾ മുട്ടയിട്ട് വിരിയാനുള്ള സാഹചര്യം ഒരുക്കിയെന്നാണ് ആക്ഷേപം. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടി. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കോട്ടയം ജില്ലയിൽ 70ഓളം പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ ചികിത്സ തേടി. പനിബാധിതരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കൃത്യമായ നിർദ്ദേശം നൽകുകയാണ്. പനിബാധിതർ നിർബന്ധമായും ആശുപത്രികളിൽ ചികിത്സ തേടണമെന്ന് വ്യക്തമാക്കുന്നു. സ്വയം ചികിത്സ പാടില്ല. ഇത് ആരോഗ്യസ്ഥിതി വഷളാക്കുമെന്ന് പാലാ ജനറൽ ആശുപത്രിയിലെ RMO ഡോക്ടർ അരുൺ പറയുന്നു. രോഗം ബാധിച്ചവരും പനി ബാധിച്ചവരും പൂർണ്ണമായും വിശ്രമിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, പഴങ്ങൾ എന്നിവ കഴിക്കുന്നത് ക്ഷീണം മാറാൻ സഹായിക്കും. ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രമേ മരുന്നുകൾ കഴിക്കാവൂ. കൊതുകുകൾ വളരാനുള്ള സാഹചര്യം ഒരുക്കരുതെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. ഇതിന് ഉറവിട നശീകരണം അത്യന്താപേക്ഷിതമാണ്. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കണം. കൊതുകുകളെ തുരത്താൻ വീട്ടിൽ പുകയ്ക്കണം. പല സർക്കാർ ആശുപത്രികളിലും പനി ക്ലിനിക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.